നമസ്കാരം. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഭീകരാക്രമണം. ജൂതന്മാരുടെ ഹനുക്ക ഉത്സവം നടക്കുന്നതിനിടയിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. 12 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഭീകരാക്രമണത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അപലപിച്ചു. അവരുടെ ഏറ്റവും ആഹ്ലാദകരമായ ഉത്സവത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായത് വലിയ ഖേദകരമായ സംഭവമായി പോയി എന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ് എന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ പറഞ്ഞു. ജൂത സമൂഹത്തിനായി ഞങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അത്ര ഭയാനകമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത നിർദോഷകരമായിട്ട് അവരവരുടെ ആഘോഷങ്ങളിൽ മുഴുകിയിരുന്ന ജൂതന്മാർക്ക് നേരെയായിരുന്നു ഈ കൊടും ക്രൂരത നടന്നത്. ആദ്യമായിട്ടല്ല ജൂതന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം. ഇസ്ലാമിക ഭീകരവാദികളാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. നിരവധി ആയിട്ടുള്ള ആക്രമണങ്ങളാണ് ജൂതന്മാർക്ക് നേരെ അവർ നടത്തി വരുന്നത്. 2015 അമേഡി കൂളിബാലി എന്ന ഇസ്ലാമിക് തീവ്രവാദി ആയുധങ്ങളുമായി ഹൈപ്പർ കോഷർ സൂപ്പർ മാർക്കറ്റിൽ കയറി ജൂതന്മാരുടെ ശനിയാഴ്ച, അത് ശബ്ബത്തിന് മുന്നോടിയായിട്ട് ആളുകളെ കൊന്നെടുക്കുകയുണ്ടായി. അവൻ കടയ്ക്കുള്ള ആളുകളെ ബന്ദിയാക്കി ജൂതരെയാണ് പ്രത്യേകമായി ലക്ഷ്യമിട്ടത്. തീവ്രവാദ ആശയങ്ങളോട് ആഭിമുഖ്യം പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഈ ആക്രമണത്തിനിടയിൽ ഇല്ലാത്ത പക്ഷം നിങ്ങളെ കൊന്നു തള്ളും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണം നടത്തിയത്. അയാൾ 4 ജൂത പൗരന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഈ ഭീകരാക്രമണത്തിന്റെ ദൃശ്യം കണ്ട ഒട്ടനവധി ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇവർ ജൂതന്മാരായതുകൊണ്ട് മാത്രമാണ് ലക്ഷ്യമിട്ടത് എന്ന് ഭീകരവാദി ഇതിനിടയിൽ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു ഭീകരാക്രമണം, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഭീകരാക്രമണത്തിൽ ബ്രസൽസിൽ വെച്ച് നടന്ന ഭീകരാക്രമണത്തിൽ ജൂയിഷ് മ്യൂസിയത്തിൽ കയറി ഒരു ആക്രമണകാരി, ഐസിസുമായി ബന്ധമുള്ള ആക്രമണകാരി ജൂതന്മാർക്ക് നേരെ വെടിയുതിർത്തു. അങ്ങനെ നിരവധി ഭീകരാക്രമണങ്ങളാണ് ലോകത്തുടനീളം ജൂതന്മാർക്ക് നേരെ ഉണ്ടാകുന്നത്. ഹമാസ് നിരന്തരം ഇസ്രായേലി ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അതിന് പ്രത്യാക്രമണം കൃത്യമായ രീതിയിൽ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു ജനത ഉണ്ടെങ്കിൽ അവർ ജൂതന്മാരാണ്. ജൂതന്മാരുടെ അവർ നേരിട്ട ഒരു ആക്രമണം നോക്കിയാൽ നമുക്ക് ഏകദേശം അതിനൊരു 2000 വർഷത്തിന് മുകളിലെ ചരിത്രം തന്നെ പറയാനുണ്ട്. അത്രമേൽ ആക്രമണങ്ങൾ നേരിട്ട ഒരു ജനതയ്ക്ക് നേരെ ഇപ്പോഴും ആക്രമണങ്ങൾ നടന്നു. ഈ ആക്രമണങ്ങളെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് അവർ മുൻപോട്ട് തന്നെ പോകുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ അവരുടെ ആക്രമണങ്ങൾ, അവർക്ക് നേരിട്ട ആക്രമണങ്ങളെ അപലപിക്കുകയും ആത്മാർത്ഥമായി അവരോടൊപ്പം ഏതെങ്കിലും തരത്തിൽ നിൽക്കുകയും ചെയ്ത ഒരു സമൂഹം ഭാരതത്തിന്റെ സമൂഹം മാത്രമാണ്. ഭാരതം എല്ലാ കാലത്തും അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ ഒരു നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിന് ശേഷം ലോക സമൂഹം തന്നെ അവരുടെ ഒരു ധൈര്യത്തോടൊപ്പവും അവരുടെ ഒരു മനസാന്നിധ്യത്തോടൊപ്പവും ജൂതന്മാർക്കൊപ്പം അടിയുറച്ച് തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണങ്ങൾ ജൂതന്മാർക്ക് നേരെ തുടർന്ന് തന്നെ പോകുന്നത് അത്യധികം അപലപനീയമായ സംഭവമാണ്. ബോണ്ടി ബീച്ചിലെ ഈ ഭീകരാക്രമണത്തിന്റെ പ്രതികളെ എത്രയും വേഗം തിരിച്ചറിയുകയും അവർക്ക് വളരെ കർശനമായി ഇതിന് പിന്നിലുള്ള ആസൂത്രകന്മാരെ തിരിച്ചറിയുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക, അതിന് കൃത്യമായ ശിക്ഷയും കൊടുക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഭീകരാക്രമണം ലോകത്തുണ്ടാകുന്നത് ഒരിക്കലും ഒരു ആശാവഹമായ സംഭവമല്ല. അധികം നാളൊന്നും തികയണ്ട. ഈ ഭീകരവാദികളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് തന്നെ ഒരു സംയുക്തമായിട്ടുള്ള ഇവർക്കെതിരെയുള്ള ഒരു ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ. അവരോടൊപ്പം അണിനിരക്കാൻ ഇപ്പോൾ അമേരിക്കയും റഷ്യയും ഒക്കെ സന്നദ്ധമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അധികം നാൾ കാക്കേണ്ടി വരില്ല. ഇത്തരത്തിലുള്ള ഹമാസ് പോലെയുള്ള ആൾക്കാർ നടത്തുന്ന ഭീകരവാദവും ഹമാസ് പോലുള്ള ഭീകരവാദ
സംഘടനകൾ നടത്തുന്ന നേതൃത്വത്തിൽ നടത്തുന്ന ഭീകരവാദവും, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയിബ, ഇങ്ങനെ ലോകത്തിലെ ഭീകരവാദ സംഘടനകൾക്കെല്ലാം ഇനി വരുന്ന കാലം ഒരു ഒരു ഉന്മൂലനത്തിന്റെ കാലമാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇവര് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒരു വലിയ പോർമുഖം തന്നെ ലോകത്തിലെ ഭീകരവാദി വിരുദ്ധ രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നടങ്കം നിന്നുകൊണ്ട് ഇവർക്കെതിരെ ഒരു ശക്തമായ ആക്രമണം തന്നെ നടത്തും എന്ന ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.